Welcome to Garam Masala, the magic spices of cooking. നമ്മുടെ കൗണ്ടർ ടോപ്പ് കേടുവരാതിരിക്കാൻ വേണ്ടിയും കത്തിയുടെ മൂർച്ച പോകാതിരിക്കാൻ വേണ്ടിയും വെജിറ്റബിൾസും എല്ലാം പെട്ടെന്ന് മുറിച്ചെടുക്കുന്നതിന് വേണ്ടിയും എല്ലാമാണ് നമ്മൾ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുന്നത്. സാധാരണയായി പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡും വുഡൻ കട്ടിംഗ് ബോർഡുമാണ് ഉപയോഗിക്കാറുള്ളത്. ഇവ രണ്ടിന്റെയും ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡ് കനം കുറവും വില കുറവുമാണ്. പെട്ടെന്ന് തന്നെ കറ പിടിക്കുകയില്ല. എന്നാൽ മുറിച്ചെടുത്ത പാട് ഇതിൽ പെട്ടെന്ന് കാണും. അതുപോലെ തന്നെ നമ്മുടെ കത്തിയുടെ മൂർച്ച പെട്ടെന്ന് കുറയും. പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡിലെ പോറൽ വീണ ഭാഗം ബാക്ടീരിയകൾക്ക് സുരക്ഷിതമായ ഒരു താവളമാണ്. വുഡൻ കട്ടിംഗ് ബോർഡ് എക്കോ ഫ്രണ്ട്ലി ആണ്. വുഡൻ കട്ടിംഗ് ബോർഡിൽ ഉപയോഗിക്കുന്ന കത്തിയുടെ മൂർച്ച പെട്ടെന്ന് തന്നെ പോവുകയില്ല. കഴുകിയതിനു ശേഷം പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇതിൽ ബാക്ടീരിയകളുടെ അളവ് കുറവായിരിക്കും. എന്നാൽ ഇതിനെ നമുക്ക് ഡിഷ് വാഷറിൽ ഇടാൻ പറ്റില്ല. അതുപോലെ തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇത് ഭാരം കൂടുതലാണ്, അതുപോലെ വിലയും. വുഡൻ കട്ടിംഗ് ബോർഡാണോ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡാണോ ഉപയോഗിക്കാൻ നല്ലത്? ഇതിനെ അടിസ്ഥാനമാക്കി പല റിസർച്ചുകളും നടന്നിട്ടുണ്ട്. സ്ഥിരമായി കഴുകി അണുവിമുക്തമാക്കി വെക്കുന്ന 2 കട്ടിംഗ് ബോർഡും ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ വുഡ് കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുന്നതാണ് എക്കോ ഫ്രണ്ട്ലി. അതുപോലെ തന്നെ കത്തിയുടെ മൂർച്ച നിലനിർത്താൻ ഇത് സഹായിക്കും. കഴുകിയതിനു ശേഷം പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോകുന്നത് കൊണ്ട് ഇത് ബാക്ടീരിയകളെ നശിപ്പിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് വെജിറ്റബിൾസ് മുറിക്കുന്നതിന് വേണ്ടിയും മീറ്റ് മുറിക്കുന്നതിന് വേണ്ടിയും പ്രത്യേകം കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് ക്രോസ് കണ്ടാമിനേഷൻ തടയും. ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് കട്ടിംഗ് ബോർഡിനെ ആദ്യം ചൂടുള്ള സോപ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ ഏതെങ്കിലും ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ കൊണ്ട് കഴുകിയെടുക്കാം. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇതിനെ ഉണക്കിയെടുക്കണം.